ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. അപ്പോൾ എല്ലാവർക്കും ഇലക്ട്രോൺ കോളേജിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, ശരിയല്ലേ? അപ്പോൾ ഫിൽറ്റേഴ്സിലെ നമ്മളിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്ന ഹൈ പാസ് ഫിൽറ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ ലോ പാസ് ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഇത് ഹൈ പാസ് ഫിൽറ്റേഴ്സ് അല്ലേ? അപ്പോൾ ഹൈ പാസ് ഫിൽറ്റേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു 2-3 ചെറിയ കാര്യങ്ങളോട് കൂടി പറയാനുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ലോ പാസ് ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്രയാണ് അതിൻ്റെ dB/decade അല്ലേ? അതായത് നമ്മളെ ഫിൽറ്ററിൻ്റെ ഡിസൈനിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കേസിൽ ആക്ച്വലി നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇതായിരുന്നു നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസ്, ശരിയല്ലേ? ഇതായിരുന്നു നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതിലൊരു ഫ്രീക്വൻസി കിട്ടും, ഇതൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ ഈ dBൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് dB കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് പ്രകാരം ഇപ്പോൾ സപ്പോസ് വി ആർ യൂസിങ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ സ്ലോപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഹയർ ഓർഡർ സ്ലോപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മളെ ഗുണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ ആസ് വി ഗോ ടു ഹയർ ഓർഡർ ഫിൽറ്റേഴ്സ് വാട്ട് വിൽ ഹാപ്പൻ ടു അവർ സ്ലോപ്പിന് എന്താണ് സംഭവിക്കുന്നത്? സ്ലോപ്പ് വിൽ ഡിക്രീസ് ഗ്രാജുവലി, സ്ലോപ്പ് വിൽ ഇൻക്രീസ് ഗ്രാജുവലി. സ്ലോപ്പ് എന്ത് ചെയ്യും? നമ്മുടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹയർ ഓർഡർ പോലെ സ്ലോപ്പ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്, എന്താണ് ഡിസഡ്വാൻറ്റേജ് അല്ലേ? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആംപ്ലിറ്റ്യൂഡ് വിൽ റെഡ്യൂസ് ഡ്രാസ്റ്റിക്കലി. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുകയാണ്? റെഡ്യൂസ് ചെയ്യുകയാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മളെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ് വി ഗോ ഫാർ അല്ലെങ്കിൽ ആസ് വി ഗോ ടു ഹയർ ഓർഡർ ഫിൽറ്റേഴ്സ് വി ക്യാൻ അച്ചീവ് മച്ച് ഷാർപ്പർ റോൾ ഓഫ്. നമുക്ക് റോൾ ഓഫ് എന്ത് ചെയ്യാം? ഷാർപ്പർ ആക്കാം. ഓക്കെ, റോൾ ഓഫ് എന്ത് ചെയ്യാം? ഷാർപ്പർ ആക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഈ ഇതിലെ ഡിക്കേഡ് എത്രയായിരുന്നു? -20 dB/decade ആയിരുന്നു അല്ലേ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇറ്റ് വിൽ ഗോ ടു -40 dB/decade. ക്ലിയർ? അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് റോൾ ഓഫ് എന്ത് ചെയ്യാം? ഷാർപ്പർ ആക്കാം. അപ്പോൾ ഇങ്ങനെ ഷാർപ്പർ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ഓൺ ടു ഹയർ ഓർഡർ ഫിൽറ്റേഴ്സ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് വി ക്യാൻ റെഡ്യൂസ് എന്താണ്? ദ അറ്റൻവേഷൻ. റെഡ്യൂസ് അല്ലേ, വി ക്യാൻ ഇൻക്രീസ് ദ അറ്റൻവേഷൻ അറ്റ് എഫ് സിയിലേക്ക് വരുന്ന നമ്മൾ അറ്റൻവേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇഫ് വി ആർ ഹാവിങ് n ഓർഡർ ഫിൽറ്റേഴ്സ്, അപ്പോൾ ഇത് ആദ്യം നമ്മൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഡെസിബിൾ/ഡെക്കേഡ് എത്രയായിരുന്നു? -20 അല്ലേ? സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എത്ര വരും? -40. അടുത്തതാണെങ്കിൽ എത്ര വരും? -60. അപ്പോൾ n ഓർഡർ ഫിൽറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റോൾ ഓഫ് എത്ര വരിക? -20 × n. എത്രയാണോ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് അത് അല്ലേ? 20 dB/decade. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ ഫിൽറ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളിത് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു കാസ്കേഡ് യുവർ ഫിൽറ്റേഴ്സ്. ഇതാണ് പോയിന്റ്. എന്താണ്? യു കാസ്കേഡഡ് യുവർ ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊരു ഫിൽറ്റർ ഉണ്ടാവും, R1 ഉണ്ടാവും, ദെൻ C1 ഉണ്ടാവും, ശരിയല്ലേ? സിമിലർലി നമുക്ക് ആരുണ്ടാവും? R2 ഉണ്ടാവും, സിമിലർലി ആരുണ്ടാവും? C2. ഇപ്പോൾ 2 ഫിൽറ്ററുകളെ നമ്മൾ എന്ത് ചെയ്യുവാണ്? കാസ്കേഡ് ചെയ്യുവാണ്. ഇതൊരു ഫിൽറ്ററാണ്, പിന്നെ എന്ത് ചെയ്യുവാണ്? ഇതൊരു ഫിൽറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഒരു ഫിൽറ്റർ. അപ്പോൾ 2 ഫസ്റ്റ് ഓർഡർ ഫിൽറ്റേഴ്സിനെ കാസ്കേഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹയർ ഓർഡർ ഫിൽറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? മേക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ഹയർ ഓർഡർ ഫിൽറ്ററിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ആസ് വി ഗോ ടു ഹയർ ഓർഡർ ഫിൽറ്റേഴ്സ്, നമ്മൾ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു? ദ അറ്റൻവേഷൻ അറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ഇൻക്രീസ്. ഓക്കെ, കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ അടുത്തുള്ള അറ്റൻവേഷൻ എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിൽട്ടർ ഔട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇഫ് ഈ കാസ്കേഡ് അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിപ്പോൾ 2 ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഫ്രീക്വൻസി ഫസ്റ്റത്തെ ഫിൽറ്ററിൻ്റെ F = എന്താ വരിക? 1/2π R1 C1. സിമിലർലി സെക്കൻഡ് വൺ ഏതാ? 1/2π
ദെൻ R2 C2 അല്ലേ. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എന്താ വരിക നമ്മളെ നോക്കാം. ഇഫ് നമ്മളെ ഈ R1 R2 സെയിം ആണെങ്കിലും അതുപോലെ C1 C2 ഈക്വൽ ടു C ആണെങ്കിൽ നമ്മളുടെ ടോട്ടൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? യുവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ലുക്ക് ലൈക്ക് 1/2πRC. 1/2πRC ശരിയല്ലേ? അതായത് നമ്മൾ R1 ഈക്വൽ ടു അല്ല നമ്മൾ R2 ഈക്വൽ ടു R1ഉം C1 ഈക്വൽ ടു C1 എടുക്കുവാണ്. അങ്ങനെ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ മൊത്തം എടുത്താൽ എന്ത് വരും? 1/2πRC എന്ന് വരും. ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡറിൽ നിങ്ങളെ വി ഔട്ട് ഈ ഡിവൈഡ് ബൈ വിന് എത്രയാണ്? നിങ്ങളുടെ ഗെയിൻ എത്രയായിരുന്നു? അതായത് വി ഔട്ട് ഈക്വൽ ടു 1/√2 ഇൻറ്റു വി ആയിരുന്നു. ശരിയല്ലേ? കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ കേസിൽ ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഇത് എത്ര വാല്യൂ വന്നേ? 0.707 വിൻ അല്ലേ. സിമിലർലി ഞങ്ങൾ നെക്സ്റ്റിലോ അടുത്ത സ്റ്റേജിൽ 1/√2 രണ്ടെണ്ണം കാസ്കേഡ് ചെയ്യല്ലേ. അപ്പോൾ ഒന്നിന് 1/√2 അടുത്തതിന് 1/√2. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി അഗെയിൻ 1/√2 ഇൻറ്റു വിൻ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര വരും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.5 വിൻ. ശരിയല്ലേ? അതായത് നമ്മൾ ഇഫ് യു ആർ കാസ്കേഡിങ് n നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് വിത്ത് ദ സെയിം കട്ട് ഓഫ് ഫ്രീക്വൻസി, നമ്മൾ n നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് സെയിം കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ കാസ്കേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താ സംഭവിക്കുക? യുവർ ഔട്ട്പുട്ട് വിൽ റെഡ്യൂസ് ബൈ എ ഫാക്ടർ 1/√2. ക്ലിയർ അല്ലേ? അങ്ങനെ 1/√2 ഫാക്ടർ വെച്ച് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഫിഫ്ത്ത് ഫിൽറ്റർ അല്ല നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ച് ഇത്ര വിൽ ബി 1/2 അല്ലേ. അപ്പോൾ സിമിലർലി നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. ഇഫ് യു ആർ യൂസിങ് n ഫിൽറ്റേഴ്സ് യുവർ വി ഔട്ട് ഈസ് ഈക്വൽ ടു 1/√2 n ഇൻറ്റു വിൻ. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷാർപ്പർ റോൾ ഓഫിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. Thus we will get a sharper roll off. ഓക്കെ. നമുക്കൊരു ഷാർപ്പർ റോൾ ഓഫിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷാർപ്പർ റോൾ ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ഈസി ആണെന്ന് വെച്ചാൽ അത്ര ഈസി ഒന്നും അല്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ ഈ രണ്ടാമത് വരച്ച ഫിൽറ്ററില്ലേ, ഇവിടെ വരച്ച ഫിൽറ്റർ, കാസ്കേഡിയൻ വരച്ച ഫിൽറ്റർ, ഇത് ചിലപ്പോൾ ഫസ്റ്റിലേക്ക് എന്ത് ചെയ്യും? ലോഡഡ് ആവും മീൻസ് the second stage of the low pass filter should get loaded with the first stage. ഓക്കെ. അപ്പോൾ ഈ ലോഡിങ് എഫക്റ്റ് ഉണ്ടാവുന്ന കാരണം നമ്മുടെ ഡിസൈൻ വളരെയധികം പ്രശ്നങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ ഡിസൈൻ പ്രശ്നങ്ങളാകുമ്പോൾ അതായത് ടു മിനിമൈസ് ദ ലോഡിങ് എഫക്റ്റ്, നമുക്ക് ലോഡിങ് എഫക്റ്റ് എന്ത് ചെയ്യാൻ കുറക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് ചൂസ് ദ വാല്യൂസ് ഓഫ് R2 ആൻഡ് C2. അതായിരുന്നു പ്രശ്നം. അപ്പോൾ R2 ആൻഡ് C2 ഇൻ സച്ച് എ വേ സോ ദാറ്റ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് മിനിമൈസ് ചെയ്യണം. ഓക്കെ. നമ്മൾ ഈ ലോഡിങ്ങിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. ലോഡിങ് കാരണം ഉണ്ടാകുന്ന നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കൊണ്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേജിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെ ലോഡിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ R2ൻ്റെയും C2ൻ്റെയും ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ ലോഡിങ് എഫക്റ്റ് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യു കീപ് യുവർ R2 ഈസ് ഈക്വൽ ടു 10 times R1. ഓക്കെ. അങ്ങനെ R2 ഈസ് ഈക്വൽ ടു വെരി മച്ച് ഹയർ ദാൻ R1 ആക്കുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ദ ലോഡിങ് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ക്ലിയർ? അതുപോലെ തന്നെ ഇങ്ങനെ മിനിമൈസ് ചെയ്യാൻ, അപ്പോൾ ഈ മിനിമൈസ് ചെയ്യുന്ന ലോഡിങ് എഫക്റ്റ് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താ മെത്തേഡ്? അങ്ങനെ ഒന്ന് നമ്മളെ ഡിസൈനിൽ. ഓക്കെ. അതുപോലെ തന്നെ ടു മിനിമൈസ് ദ ലോഡിങ് എഫക്ട്സ് വി ആർ യൂസിങ് അവർ ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. നമുക്ക് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോഡിങ് എഫക്റ്റ് എന്ത് ചെയ്യാം? കുറക്കാം. ആക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ദേ നോട്ട് ഓൺലി ഗിവ് അവർ ഗെയിൻ മാത്രമല്ല, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബഫർ. രണ്ട് സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ഒരു ബഫർ പോലെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടാവും, ഫസ്റ്റത്തെ, ഇവിടെ രണ്ടാം സ്റ്റേജ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബഫർ പോലെ എന്ത് ചെയ്യും? ഇതിനെ ആക്ട് ചെയ്യാനും സഹായിക്കും. ഏത്? നമ്മളുടെ ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. സോ ടു മിനിമൈസ് ദ ലോഡിങ് എഫക്റ്റ് രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്നാമത്തെ എന്താണ്? നിങ്ങളുടെ R2 എന്ത് ചെയ്യാം? യു ഷുഡ് കീപ് ഇറ്റ് ആസ് R2 is equal to 10 R1. Similarly, your filter design, in your filter design you can use your active filters യൂസ് ചെയ്തതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഡിങ് എഫക്റ്റ് എന്ത് ചെയ്യാം? കുറക്കാം. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇവിടെ പഠിച്ച പോയിന്റുകൾ 2 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മളുടെ സ്ലോപ്പ് അല്ലെങ്കിൽ നമ്മളെ റോൾ ഓഫ് നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ്
വി ഷുഡ് ഗെറ്റ് എ ഷാർപ്പർ റോൾ ഓഫ്. അങ്ങനെ ഷാർപ്പർ റോൾ ഓഫ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. അങ്ങനെ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വി ഔട്ടിന് എന്ത് സംഭവിക്കും, യുവർ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു 1/√2 ടൈംസ് എൻ വി ഇൻ. ഇത് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ എൻ ഓർഡർ ഫിൽറ്ററുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റോൾ ഓഫ് എങ്ങനെ വരിക, ഇറ്റ് വിൽ ബി ഈക്വൽ ടു -20 × n × dB per decade. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഡെക്കേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ പോകാൻ മതി. അപ്പോൾ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിലേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, അറ്റനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ എന്താവും, ഫിൽറ്റർ ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹയർ ഓർഡർ ഫിൽറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏതാണ്, നമ്മളെ RC ഹൈ പാസ് ഫിൽറ്ററുകളെയാണ്. ഓക്കെ, നമുക്ക് എന്താണ് RC ഹൈ പാസ് ഫിൽറ്റർ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ നമ്മളെ ഫ്രീക്വൻസി കർവ് എങ്ങനെയായിരുന്നു, ഇതായിരുന്നു നമ്മളെ കർവ്, ശരിയല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി സാധനം ഇതായിരുന്നല്ലോ, ഇതായിരുന്നു നിങ്ങളെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് പാസസ് ദ ഏത് പാസ് ചെയ്യും, ഇറ്റ് പാസസ് ദ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഫ്രം ഇൻപുട്ട് സിഗ്നൽ അല്ലേ. ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഫ്രം ഇൻപുട്ട് സിഗ്നൽ, ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആൻഡ് റിജക്ട്സ് ദ ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഇതല്ല അറിയാമല്ലോ നമുക്ക്, റിജക്ട്സ് ദ ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഇതാണ് ഒരു RC ഹൈ പാസ് ഫിൽറ്റർ. ഇത് നേരത്തെ ലോ പാസ് ഫിൽറ്ററിൻ്റെ നേരെ തിരിച്ചുള്ള ഡിസൈൻ. അപ്പോൾ നേരത്തെയുള്ള R Cയും നേരെ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ C വരും, ഇവിടെ എന്ത് വരും, R വരും. അപ്പോൾ ഇവിടെ C, ഇവിടെ R. ഓക്കെ, ഇത് ±V ഇന്ന്, ഇവിടെ എന്ത് ചെയ്യുക, ±V ഔട്ട്. ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ ആക്ച്വൽ ഐഡിയൽ റെസ്പോൺസ് ആണ് നമ്മളിത് പറഞ്ഞത് അല്ലേ. ആക്ച്വൽ റെസ്പോൺസ് എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ, യുവർ ആക്ച്വൽ റെസ്പോൺസ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ആക്ച്വൽ റെസ്പോൺസ് ഇതൊരു ഐഡിയൽ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ആക്ച്വൽ റെസ്പോൺസ് ഇങ്ങനെ ഉണ്ടാവുക, ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ റെസ്പോൺസ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ, എത്രയത് 0.707 അല്ലേ, അല്ലെങ്കിൽ 1/√2 അല്ലേ, ആംപ്ലിറ്റ്യൂഡിൽ 0.707. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ആക്ച്വൽ റെസ്പോൺസ് ഉണ്ടാവും. ഇതിൽ ചെറിയൊരു കൺസെപ്റ്റ് പറയാണ്ട് നമുക്ക് പറയാം പിന്നെ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പോലെ എഴുതിയ പോലെ നമ്മൾ എന്ത് ചെയ്യണം, വി ഔട്ട് ബൈ വി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇതിൽ വി ഔട്ട് ബൈ വി എഴുതുമ്പോൾ എന്ത് വരും, വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡിവൈഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഔട്ട് എന്ത് വരും, വി ഔട്ട് ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ XC + R × V in. കറക്റ്റ്. ദെൻ നമുക്കറിയാം XC എത്രയാണ്, 1/ωc ആണെന്നറിയാം അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചെറിയൊരു ഡെറിവേഷനിലേക്ക് പോവാം. നമുക്ക് വി ഔട്ട് ബൈ വി ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ വി ഔട്ട് ബൈ വി കാണുമ്പോൾ എന്ത് വരും, യു ഗെറ്റ് എസ് വി ഔട്ട് ബൈ വിൻ്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, മോഡുലസ് ഓഫ് R ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R + XC × V in. ശരിയല്ലേ, വി ഉണ്ടല്ലേ ഇപ്പോഴത്തെ. ഓക്കെ, അപ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും, വി ഔട്ട് ബൈ വി എത്രയാണ്, 1/√2 അല്ലേ. 1/√2 ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ √R² + XC². അപ്പോൾ അതിന് ടോട്ടൽ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് എന്ത് വരും, 1/2 ഈസ് ഈക്വൽ ടു R² + XC². R² ഡിവൈഡ് ബൈ R² + XC² അല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ അകത്തുനിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ഗെറ്റ് R² ഈസ് ഈക്വൽ ടു XC². ദസ് you will get XC² equal to 1/ωc. Thus you will get x² equal to x equal to 1/ωc അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, R² equal to 1/ω² C². അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടുന്നത്, യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഒമേഗ ഈക്വൽ ടു യു വിൽ ഗെറ്റ് ആസ് ഒമേഗ ഇതല്ല കേട്ടോ, ഇതല്ല. ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ഒമേഗ അറ്റ് 1/RC. ഓക്കെ, അതിൻ്റെ അകത്താണ് എന്ത് 2πf എഴുതിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എഫ് കിട്ടുന്നത്. എഫ് എത്ര കിട്ടും, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/2πRC. അപ്പോൾ ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസീൻ്റെ ഫോർമുലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ഫോർമുലയാണ് കേട്ടോ. സെയിം ഫോർമുല ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആസ് ഏതുപോലെ, ആസ് അവർ ലോ പാസ് ഫിൽറ്റർ. സെയിം ഫോർമുലയാണ് കേട്ടോ. ഒമേഗ ഈക്വൽ ടു 1/RC ഓർത്ത് വയ്ക്കുക, എഫ് ഈസ് ഈക്വൽ ടു 1/2πRC ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് എന്തിനാണ് ഓർത്ത് വെക്കേണ്ടത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത് x ഈക്വൽ ടു 1/ωc എന്നറിയാമല്ലോ. അപ്പോൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ഓരോ ഫ്രീക്വൻസിയിലും കാണുകയാണ്. ഓക്കെ, അറ്റ് ഒമേഗ ഈക്വൽ ടു 0. ഒമേഗ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ XC എന്താ വരിക, യു വിൽ ഗെറ്റ് XC ആസ് ഇൻഫിനിറ്റി. ശരിയല്ലേ. അപ്പോൾ XC ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വി ഔട്ട് എന്താ വരിക, വി ഔട്ട്
എക്സി ഇൻഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ വി ഔട്ട് എന്ത് വരും? യുവർ വി ഔട്ട് വിൽ ബി 0. ശരിയല്ലേ? എക്സി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വി ഔട്ട് എന്ത് ചെയ്യും? ഇത് കൂടുതലല്ലേ, അപ്പോൾ വി ഔട്ട് എന്ത് വരും? 0 അല്ലേ? അതുപോലെ നിങ്ങളുടെ ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നിങ്ങൾ എക്സി എത്ര വരും? എക്സ് 0 വരും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ വി ഔട്ട് എന്ത് വരും? യുവർ വി ഔട്ട് വിൽ ലുക്ക് ലൈക്ക് വി ഇൻ. അതായത് പറഞ്ഞു വരുന്നത് ഇത് ലോ ഫ്രീക്വൻസി ആണല്ലോ അല്ലേ? ഇതേതാണ്? ഇത് ഹൈ ഫ്രീക്വൻസി ആണ്. ക്ലിയർ? അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ലുക്ക് ലൈക്ക് യുവർ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതുപോലെ തന്നെ ഉണ്ടാവും? നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് പോലെ തന്നെ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഔട്ട്പുട്ട് ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ ഫേസ് ആണ്. ഓക്കെ, നമ്മൾ അന്നത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫേസിനെ കുറിച്ച്. അപ്പോൾ ഫേസിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത്? അതായത് നമ്മുടെ ഹൈ പാസ് ഫിൽറ്ററുകൾ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് നോട്ട് ഓൺലി ഹൈ പാസ് ഫിൽറ്റർ നോട്ട് ഓൺലി അറ്റൻവേറ്റ്സ് ദ ഇൻപുട്ട് സിഗ്നലിനെ മാത്രം അറ്റനേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഇറ്റ് ചേഞ്ചസ് ദ ഫേസ്. ഇവരെന്ത് ചെയ്യുന്നു? ഹൈ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യുന്നു? ഫേസ് ഓൾസോ വിൽ ബി ചേഞ്ച് അല്ലേ? ഫേസും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ഫേസ് ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഫേസ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. ഓക്കെ ദെൻ താങ്ക് യു.